ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് ഒരു 2 PSC ടിപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, പ്രോനൗൺ എന്ന ടോപ്പിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാർട്സ് ഓഫ് സ്പീച്ചിൽ പ്രോനൗൺ എന്ന ടോപ്പിക്ക്, ഈ പ്രോനൗൺ എന്ന ടോപ്പിക്ക് സാധാരണ മത്സര പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിച്ച് കാണുന്ന ഒരു ഭാഗമാണ്. അതിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയ 2 ടിപ്പ് മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ കഴിഞ്ഞ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഈ പ്രോനൗൺ എന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ചെറിയ 2 ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, ടിപ്സാണ് പറഞ്ഞിരുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളറിയാം, നമ്മൾ പ്രോനൗണിൽ പാർട്സ് ഓഫ് സ്പീച്ചാണ്, പാർട്സ് ഓഫ് സ്പീച്ചിലുള്ളതാണ് ഒരു പ്രോനൗൺ എന്ന ടോപ്പിക്ക്. പ്രോനൗൺ 10 ടൈപ്പ് പ്രോനൗൺ ഉണ്ട്. 10 ടൈപ്പ് പ്രോനൗൺ ഉണ്ട്. ഒക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 10 ടൈപ്പ് പ്രോനൗണിലെ ഒരു ടൈപ്പ് പ്രോനൗൺ ആണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയാം. എന്താ പറഞ്ഞത്? 10 ടൈപ്പ് പ്രോനൗൺ ഉണ്ട്. 10 ടൈപ്പ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നോമിനേറ്റീവ് പ്രോനൗണ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അതേപോലെ പൊസസീവ് പ്രോനൗണ്, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണ്, അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗണ്, ഇൻറ്ററോഗേറ്റീവ് പ്രോനൗണ്, റിലേറ്റീവ് പ്രോനൗണ് എന്നിങ്ങനെ തുടങ്ങുന്ന 10 ടൈപ്പ് പ്രോനൗൺ ഉണ്ട്. അതിലൊരു പ്രോനൗൺ ആണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ഒബ്ജക്റ്റീവ് പ്രോനൗൺ? നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാണെന്ന് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ കേട്ടാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ മീ, അതേപോലെ ഹിം, അതേപോലെ ഹെർ, അതേപോലെ യു, അതേപോലെ ദമ്മ്, അതേപോലെ അസ്, അതേപോലെ ഇറ്റ്. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയാം. എന്താ പറഞ്ഞത്? മീ, ഹിം, ഹെർ, യു, ദം, അസ്, ഇറ്റ്. അപ്പൊ മീ ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, ഹിം ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, ഹെർ ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, യു ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, ദം ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, അസ് ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്, ഇറ്റും ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എവിടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എവിടൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഫസ്റ്റ് ടിപ്പിലോട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇത് മത്സര പരീക്ഷയ്ക്ക് സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ കംസ് ആഫ്റ്റർ. ആൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഞാൻ പറഞ്ഞു തന്ന മീ ആയാലും, ഹിം ആയാലും, ദം ആയാലും, അസ് ആയാലും, ഹെർ ആയാലും, യു ആയാലും, ഈ രൂപത്തിലുള്ള ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതിനു ശേഷം? ലെറ്റിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അല്ലെങ്കിൽ ലൈക്കിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഏതുപോലെ? ലൈക്ക് പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അല്ലെങ്കിൽ ബിറ്റ്വീനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഏതുപോലെ? ബിറ്റ്വീൻ പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അല്ലെങ്കിൽ ആൻഡിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഏതുപോലെ? ആൻഡ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അല്ലെങ്കിൽ ബട്ടിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഏതുപോലെ? ബട്ട് പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അല്ലെങ്കിൽ എക്സെപ്റ്റിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഏതുപോലെ? എക്സെപ്റ്റ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗണ്, അല്ലെങ്കിൽ ഓൾ പ്രിപ്പോസിഷൻ. ഓൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓണ്, അറ്റ്, ഇന്ന്, ഫോറ്, ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഓണ്, അറ്റ്, ഇന്ന്, ഫോറ്, ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയാം. ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു ടിപ്പാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. അത് നമുക്ക് ഉപയോഗിക്കൽ എവിടെയാണ്? an objective pronoun comes after let, like, between, and, but, except all preposition.
ഓൾ പ്രിപ്പോസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഏത് പ്രിപ്പോസിഷൻ ആയാലും അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം. ഈ കാണിച്ചു തന്ന പദങ്ങളോട് ചേർന്ന് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറെ ഏതൊരു പ്രോനൗണും ഉപയോഗിക്കാൻ പാടില്ല. ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാണ് എന്ന് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ചോദ്യങ്ങളൊന്ന് നോക്കാം. നോക്കൂ നിങ്ങൾ, ഷീ ഈസ് ടീച്ചിങ് രോഹിത് ആൻഡ് കണ്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ ആൻഡ് ഉണ്ട്. ഈ ആൻഡിന് ശേഷമാണ് PSC ബ്ലാങ്ക് ഇട്ടത്. ഈ ആൻഡിന് ശേഷം PSC ബ്ലാങ്ക് ഇട്ടാൽ അപ്പോൾ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഓർമ്മ വരണം, ആൻഡിന് ശേഷം ഇതാ ഞാൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്, ഇതാണ് സാറ് ക്ലാസ്സിൽ പറഞ്ഞത്. അതുകൊണ്ട് ഈ 4 ഓപ്ഷനിൽ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഷീ അല്ല എന്ന് എനിക്കറിയാം, ഞാൻ അതിനെ എലിമിനേറ്റ് ചെയ്തു. ഈ 4 ഓപ്ഷനിൽ ഹെർസ് അല്ല എന്ന് എനിക്കറിയാം, അതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഈ 4 ഓപ്ഷനിൽ മൈൻ അല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിനെയും വെട്ടി ഒഴിവാക്കി അഥവാ എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ട് എന്റെ ഓപ്ഷൻ സി ആണ് എന്നുള്ള ഒരു ബോധം, ഒരു പൊതുബോധം പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മളെ OMR ഷീറ്റ് ഇങ്ങനെയാണ്, 4 ബബിൾ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, അതില് ഓപ്ഷൻ സി ഇങ്ങനെ ബബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് PSC ഒരു മാർക്ക് തന്നുകൂട്ടരെ, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് പോയി. അതാ ഞാൻ കൂടെ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും 4 ഓപ്ഷൻ നോക്കി 4 ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കി അതിന്റെ ഫ്ലോ നോക്കി നിങ്ങൾ ഉത്തരം എഴുതരുത്. ഫ്ലോ നോക്കി ആരൊക്കെ ഉത്തരം എഴുതിയിട്ടുണ്ടോ അതൊക്കെ പൊട്ടിപ്പാളീസ് ആയിട്ടുണ്ട്, അത് തെറ്റാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി എഴുത്. ലെറ്റ്, ലൈക്ക്, ബിറ്റ്വീൻ, എക്സെപ്റ്റ്, ബട്ട്, ആൻഡ്, ഓൾ പ്രിപ്പോസിഷൻ ഇതിനോട് ചേർന്നിട്ട് ഒബ്ജക്റ്റീവ് പ്രോനൗൺ വരേണ്ടത് എന്ന് ഓർമ്മ വരിക. അതിൽ പെട്ട ഒരാളാണ് ആൻഡ്. അപ്പൊ ആൻഡിന്റെ അപ്പുറത്ത് ഞാൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഇതിന്റെ ഉത്തരം ഹെർ ആയത് എന്നുള്ള ഒരു ബോധം പരീക്ഷയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ ചോദ്യം നോക്ക് നിങ്ങൾ, ലെറ്റ് രോഹിത് ആൻഡ് ഡാഷ്. കണ്ട, വീണ്ടും ഞാൻ കാണിച്ചു തന്ന ആൻഡ് ആണ് തന്നത്, ആൻഡിനോട് ചേർന്നിട്ടാണ് ഒരു ബ്ലാങ്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ഞാൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോധം വേണം. അപ്പൊ ഞാൻ പഠിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ ഹിസ് ഇല്ല, ഞാനത് വെട്ടുന്നു. ഞാൻ പഠിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ ഹെർസ് ഇല്ല, ഞാനത് വെട്ടുന്നു. ഞാൻ പഠിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ മൈ ഇല്ല, ഞാനത് വെട്ടുന്നു. പക്ഷെ സാറ് പറഞ്ഞെന്ന ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ ഹെർ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ആൻസർ ഹെർ ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരിക. അപ്പൊ ഇതിന്റെ ഉത്തരം ഹെർ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് പ്രോനൗണെ ഓപ്ഷനിൽ വരുള്ളൂ, എല്ലാം കൂടി ഒബ്ജക്റ്റീവ് പ്രോനൗണ് ഓപ്ഷനിൽ ഒരിക്കലും വരൂല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് വന്നതാണ്. ഒരുപാട് കുട്ടികൾ ഇത് തെറ്റിച്ചിട്ടുണ്ട്, കാര്യം മനസ്സിലായിട്ടില്ല. ഏറ്റവും ഫ്ലോ ഉള്ള സെന്റൻസ് ഏതാണോ അത് കർപ്പിച്ചു പോകുന്നവരൊക്കെ കേരളത്തിലുണ്ട്. പ്രത്യേക ഓരോരോ 14 ജില്ലയിലും ഓരോ കുട്ടികളുണ്ട് അങ്ങനെ കർപ്പിച്ചു പോകുന്നവര്. അങ്ങനെ ചെയ്യരുത്. പിക്ക് ഔട്ട് ദ സെന്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ചുവടെ 4 സെന്റൻസ് തന്നു, അതിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയ സെന്റൻസ് ഏതാണ് എന്നാണ്. 2 ആഴ്ച മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. പരീക്ഷയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, എല്ലാം ഓർമ്മ ഉണ്ടാകണമെന്നില്ലല്ലോ, മനുഷ്യരല്ല പിള്ളേ, ഓർമ്മ ഉണ്ടാവില്ല, ചിലത് ഓർമ്മ ഉണ്ടാവും, ചിലത് ഓർമ്മ ഉണ്ടാവില്ല. ഇത് PYQ ആണ്, ഇത് PYQ ആണ് എന്നുള്ളത് ഉറപ്പാണ്. നോക്കിക്കോ, ഇതിൽ ശരിയായ സെന്റൻസ് ഏതാണ്? ബിറ്റ്വീൻ ഞാൻ തന്ന പദത്തിലുണ്ട്. ബിറ്റ്വീൻ യു ശരിയാണ്, ബിറ്റ്വീൻ യു ശരിയാണ്, നിങ്ങൾക്കറിയാം ബിറ്റ്വീൻ യു ശരിയാണ്. ആൻഡ് ഹി എന്നുള്ളത് തെറ്റാണ്, ആൻഡിന് ശേഷം ഒബ്ജക്റ്റീവ് വരണം അല്ലേ? അപ്പൊ ആൻഡ് ഹി തെറ്റാണ്, അപ്പൊ ഇത് തെറ്റായിട്ട് കൂട്ടണം. ഒന്ന് ശരിയും ഒന്ന് തെറ്റും ചെയ്താൽ 1/2 മാർക്ക് തരൂല. ഇത് ബോർഡ് എക്സാം അല്ല, ഇത് സ്കൂൾ എക്സാം അല്ല, ഇത് ടേം എക്സാം അല്ല, ഇത് PSC എക്സാം ആണ്. രണ്ടും ശരിയാകണം. അപ്പൊ ഞാൻ പഠിപ്പിച്ചെന്നതിൽ ബിറ്റ്വീനും ഉണ്ട് ആൻഡും ഉണ്ട്. അപ്പൊ ബിറ്റ്വീനോട് ചേർന്നിട്ടും ഒബ്ജക്റ്റീവ് വരണം, ആൻഡിനോട് ചേർന്നിട്ടും ഒബ്ജക്റ്റീവ് വരണം. ബിറ്റ്വീനോട് ചേർന്നിട്ട് യു ഒബ്ജക്റ്റീവ് ആണ്, എനിക്ക് തർക്കമൊന്നുമില്ല. ആൻഡ് ഹി ഒബ്ജക്റ്റീവ് അല്ല, ഹി പേഴ്സണൽ പ്രോനൗൺ ആണ്, അതുകൊണ്ട് ഡി തെറ്റാണെന്ന് ഉറപ്പായി. അടുത്തത് ആൻഡ് യു ശരിയാണ്, ബിറ്റ്വീൻ ഐ തെറ്റാണ്, ബിറ്റ്വീൻ കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് വരണം. അപ്പൊ ഓപ്ഷൻ സിയും തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമായി. അടുത്തത് ബിറ്റ്വീൻ യു ശരിയാണ്, ആൻഡ് ഐ തെറ്റാണ്, അപ്പൊ ഓപ്ഷൻ ബിയും തെറ്റാണ് നമുക്ക് ഉറപ്പായി. അടുത്ത നോക്ക്, ബിറ്റ്വീൻ യു ശരി ആൻഡ് മീ ശരി, അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം
ബഹുമാനമുള്ള കുട്ടികളെ ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് എഴുതി പോരാമായിരുന്നു. ഇതൊരു PYQ ആണ്. 2 ആഴ്ച മുമ്പ് നടന്ന ഒരുപാട് കുട്ടികൾ തെറ്റിച്ചു. ഈ ഒരു ടിപ്പ് അറിയാനിട്ടാണ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഓർത്തു വെക്കണം. വരാനിരിക്കുന്ന മത്സര പരീക്ഷകളിൽ ഇതിൽ നിന്ന് ഈ ഭാഗത്ത് നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കണം. അടുത്ത ചോദ്യം എറർ കണ്ടെത്താനാണ്. ഇപ്പൊ മത്സര പരീക്ഷകളിൽ ഇങ്ങനെ ഒരു സെന്റൻസിനെ ഇങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്യും. അതിൽ ABC എന്നിട്ട് നോ എറർ എന്ന് തരും. എന്നിട്ട് ഇതിൽ എവിടെയാണ് തെറ്റ് എന്ന് സ്പോട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം തന്നാൽ എന്നെ കേൾക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഇതിൽ തെറ്റുണ്ടെങ്കിൽ ഉണ്ട് എന്നും തെറ്റില്ലെങ്കിൽ ഇല്ല എന്നും മനസ്സിലായാൽ മാത്രമേ തെറ്റില്ലെങ്കിൽ ഇല്ല, നോ എറർ ആണ് എന്റെ ഉത്തരം, തെറ്റുണ്ടെങ്കിൽ എയിലാണ്, തെറ്റുണ്ടെങ്കിൽ ബിയിലാണ്, തെറ്റുണ്ടെങ്കിൽ സിയിലാണ് എന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലാകണമെങ്കിൽ ഈ കോൺസെപ്റ്റ് അറിയണം. ഇതിൽ എവിടെയാണ് തെറ്റ്, ഇതിൽ എവിടെയാണ് തെറ്റ് നോക്കിക്കോ. എവരിബഡി ബട്ട് അത് എ, ഹി വാസ് പ്രസന്റ് ബി, ഫോർ ദ മീറ്റിംഗ് സി, നോ എറർ ഡി. അപ്പൊ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടാലേ നോ എറർക്ക് പോകാൻ പാടുള്ളൂ. ചിലപ്പോ തെറ്റുണ്ടാവില്ല, അപ്പൊ നോ എറർക്ക് പോകണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബട്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു മക്കളെ, ബട്ട് പ്ലസ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് വെക്കേണ്ടത് അല്ലേ? അതെല്ലാവർക്കും അറിയണല്ലേ? അപ്പൊ ഇവിടെ ബട്ട് വന്നു. അപ്പൊ ബട്ടിന്റെ അപ്പുറത്ത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ വരണം. ഇവിടെ വന്നത് ഹീ ആണ്, ഹീ തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബിയിലാണ് തെറ്റ്. ഹീക്ക് പകരം ഹിം ആണ് വരേണ്ടത്. കണ്ട, ഹീക്ക് പകരം ഹിം ആണ് വരേണ്ടത്. അപ്പൊ ഹീ ആണ് തെറ്റ്. അപ്പൊ ആ OMR ഷീറ്റില് ഇതാ ഇങ്ങനെ 4 ബബിൾ ചെയ്യാനുള്ള ഒരു വട്ടം ഉണ്ടാവും. അതിൽ ഓപ്ഷൻ ബി ഇങ്ങനെ ബബിൾ ചെയ്താൽ PSC നിങ്ങൾക്ക് 1 മാർക്ക് തരും. കണ്ട, ബിയിലാണ് തെറ്റ്. ശരിയാക്കാങ്ങളോട് പറഞ്ഞിട്ടില്ല, എറർ സ്പോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ബിയിലാണ് തെറ്റ്. ഇനി അടുത്ത് നോക്കി, ഹി ലോഫ്ഡ് അറ്റ് ഡാഷ്. ഇവിടെ നോക്കി, ഈ അറ്റ് എന്ന് പറഞ്ഞ ആരാ മക്കളെ? അറ്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ ആണ് അല്ലേ? ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്? ഓൾ പ്രിപ്പോസിഷൻ. അപ്പൊ ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് വെക്കേണ്ടത്. അറ്റ് ഒരു പ്രിപ്പോസിഷൻ അല്ലേ? അപ്പൊ ഞാൻ പഠിപ്പിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ ഐ ഇല്ല, ഞാൻ പഠിപ്പിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ സി ഇല്ല, ഞാൻ പഠിപ്പിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ ഡി ഇല്ല, ഞാൻ പഠിപ്പിച്ച ഒബ്ജക്റ്റീവ് പ്രോനൗണിൽ മീ ഉണ്ട്. അപ്പൊ മീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. കാര്യം വ്യക്തല്ലേ? ഇതാണ് ഒബ്ജക്റ്റീവ് പ്രോനൗണിന്റെ ഉപയോഗം. അപ്പൊ എന്റെ ബഹുമാനമുള്ള എന്നെ കേൾക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗം മറക്കരുത്. ലെറ്റ്, ലൈക്ക്, ബിറ്റ്വീന്, ലെറ്റ്, ലൈക്ക്, ബിറ്റ്വീന്, ആൻഡ്, ബട്ട്, എക്സെപ്റ്റ്, ഓൾ പ്രിപ്പോസിഷൻ. ഇതിനോട് ചേർന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഏതാണ് എന്ന് ഞാൻ വ്യക്തമാക്കി. രണ്ടാമത്തെ ടിപ്പ്, റെസിപ്രോക്കൽ പ്രോനൗണിന്റെ ഉപയോഗം. നമുക്കറിയാം 10 പ്രോനൗൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 10 എണ്ണത്തിൽ ഒന്നാണ് റെസിപ്രോക്കൽ പ്രോനൗൺ. ആരാണ് ഈ റെസിപ്രോക്കൽ പ്രോനൗൺ? റെസിപ്രോക്കൽ പ്രോനൗൺ വെറും 2 എണ്ണമേ ഉള്ളൂ. റെസിപ്രോക്കൽ പ്രോനൗണിൽ ഒന്ന് ഈച്ച് അതർ ആണ്, മറ്റേത് വൺ അനദർ ആണ്. ഇത് മറക്കരുത്. ഈച്ച് അതർ 1, കണ്ടോ? വൺ അനദർ 2. അങ്ങനെ 2 റെസിപ്രോക്കൽ പ്രോനൗണേ ഉള്ളൂ. ചിലപ്പോ ചോദിക്കും ചുവടെ തന്നതിൽ റെസിപ്രോക്കൽ പ്രോനൗൺ ഏത്? അപ്പൊ 2 റെസിപ്രോക്കൽ പ്രോനൗൺ ഉള്ളൂ. ഈച്ച് അതർ 1, വൺ അനദർ 2. ഇങ്ങനെ 2 റെസിപ്രോക്കൽ പ്രോനൗണേ ഉള്ളൂ. ഇതിന്റെ ഉപയോഗം കൂടി പഠിച്ചിട്ട് നമുക്ക് ഈ ചെറിയൊരു വീഡിയോ, ചെറിയൊരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 2 ടിപ്പ് വളരെയധികം ഫലപ്രദമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കുക. എപ്പോഴാണ് ഈച്ച് അതർ, എപ്പോഴാണ് വൺ അനദർ ഉപയോഗിക്കാന്നാണ്. ഇതിനെ കോമൺ ആയിട്ട് പറയുന്നു, ദേ ഡിനോട്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ഈച്ച് അതർ ആയാലും വൺ അനദർ ആയാലും മ്യൂച്വൽ റിലേഷൻഷിപ്പ് പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. മ്യൂച്വൽ റിലേഷൻഷിപ്പ് പറയാനാണ് നമ്മൾ ഈച്ച് അതറും വൺ അനദർ ഉപയോഗിക്കുക. അതിൽ തന്നെ ഈച്ച് അതർ എവിടെ, അതിൽ തന്നെ വൺ അനദർ എവിടെ എന്നുള്ളൊരു ചർച്ച അവിടെ ബാക്കിയുണ്ട്. ഈച്ച് അതർ എപ്പോഴാണ് കൊടുക്കാൻ നോക്കിക്കോ. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എ മ്യൂച്വൽ ആക്ഷൻ ബിറ്റ്വീൻ 2 people or things. 2 വസ്തുക്കളുമായിട്ടോ 2 വ്യക്തികളുമായിട്ടോ മ്യൂച്വൽ ആക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മിനിമം 2 പാടുള്ളൂ. 2 വ്യക്തികളുമായിട്ടോ 2 വസ്തുക്കളുമായിട്ടോ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈച്ച് അതർ ആണ് കൊടുക്കേണ്ടത്. ഈച്ച് അതർ. എന്നാൽ വൺ അനദറിന്റെ ഉപയോഗം എന്തുവാ മക്കളെ? വൺ അനദറിന്റെ ഉപയോഗം എ മ്യൂച്വൽ റിലേഷൻഷിപ്പ് എമംഗ് മോർ ദാൻ 2 persons or things.
രണ്ട് വ്യക്തികളോ രണ്ടിലധികം എന്ന് പറഞ്ഞാൽ മൂന്നോ അതിലധികമോ വ്യക്തികളുമായിട്ടോ വസ്തുക്കളുമായിട്ടോ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ വൺ അനദർ ആണ് കൊടുക്കുക. ഒന്നുകൂടെ പറയാം, ഈച്ച് അതർ, രണ്ട് വ്യക്തികളുമായി തമ്മിൽ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈച്ച് അതർ, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുമായിട്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈച്ച് അതർ. എന്നാൽ വൺ അനദർ മൂന്നോ അതിലധികമോ, മിനിമം 3, കുറയരുത്, 2 ഈച്ച് അതർ ആയി. 3 അതിലധികമോ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ വൺ അനദർ ആണ് കൊടുക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് മത്സര പരീക്ഷയ്ക്ക് വന്ന PYQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്ക്, ദ കപ്പിൾ ഓൾവേസ് സപ്പോർട്ട് ഡാഷ് ഇൻ ടഫ് ടൈം. ഇവിടെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കപ്പിളാണ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കപ്പിളിന് മക്കളെ, ബഹുമാനമുള്ള മക്കളെ, കപ്പിളിന് 2 ആളല്ലേ? ഒന്ന് ഭാര്യ, മറ്റേത് ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവ് മറ്റേത് ഭാര്യ. അങ്ങനെ 2 ആളുകളുണ്ട്, ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും. കപ്പിൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഇല്ല. കുട്ടികളെ കൂട്ടരുത്, അത് അതിന് ശേഷമാണ്. വരുമ്പോ തന്നെ കുട്ടികളല്ല, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ, ഇവർ 2 എണ്ണമാണ്. അപ്പൊ ഇതിൽ 2 ആളുകൾ തമ്മിലാണ് റിലേഷൻഷിപ്പ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും 2 ആളുകൾ തമ്മിലാണ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മുടെ ആൻസർ മൈസെൽഫ് അല്ല, അനദർ അല്ല, വൺ അനദർ അല്ല. നമ്മുടെ ഉത്തരം ഈച്ച് അതർ ആണ് മക്കളെ, ഈച്ച് അതർ. ബഹുമാനമുള്ള ജനങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ദ 2 ഫ്രണ്ട്സ് ഹെൽപ്ഡ്. കണ്ടോ, 2 ഫ്രണ്ട്സ് ഹെൽപ്ഡ് ഡാഷ് വിത്ത് ദയർ ഹോംവർക്ക് എന്നാണ്. ഇവിടെ 2 ഫ്രണ്ട്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2 എന്ന് കണ്ടാൽ 2 ആള് തമ്മിലാണ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പൊ ഹിംസെൽഫ് അല്ല എന്ന് ഉറപ്പായി. ഈച്ച് അനദർ, അതിങ്ങൾ തെറ്റിക്കാനുള്ള ഒരു പണിയാണ്. ഈച്ച് അനദർ അങ്ങനത്തെ ഒരു പ്രോനൗൺ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, സ്വന്തമായി കണ്ടെത്താൻ നിൽക്കരുത്. അത് PSC തരാൻ കാരണം നിങ്ങളെ തെറ്റിക്കാനാണ്. വൺ അനദർ അല്ല, 2 ആളേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉത്തരം ഈച്ച് അതർ ആണ്. ഈച്ച് അതർ മറന്നു പോകരുത്. മൂന്നാമത്തത് എറർ സ്പോട്ട് ചെയ്തോളിന്നാണ്. ഒരു സെന്റൻസിനെ 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ എറർ ഉണ്ടെങ്കിൽ എറർ ഉണ്ടെങ്കിൽ കണ്ടെത്തിക്കോ, എറർ ഇല്ലെങ്കിൽ നോ എറർ എഴുതി പോരെ എന്നുള്ളൊരു രീതിയിലാണ് ചോദ്യം. ഹി വാസ് സോ അഫ്രൈഡ്, അത് ഓപ്ഷൻ എ. അതിന്റെ ബാക്കി ദാറ്റ് ഹിസ് നീസ്, അത് ഓപ്ഷൻ ബി. നോക്ക്ഡ് വൺ അനദർ, അത് ഓപ്ഷൻ സി. ഇനി തെറ്റില്ല എന്നുണ്ടെങ്കിൽ നോ അതർ എന്ന് എഴുതിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നോക്ക്, നീസ് എന്നാണ് പറഞ്ഞത്. നീസ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്, സാധാരണത്തെ ഒരു ശുക്കൂറിന്, അല്ലെങ്കിൽ ഒരു മുജീബിന്, അല്ലെങ്കിൽ ഒരു സംസുദ്ദീന്, അല്ലെങ്കിൽ കാവ്യക്ക്, അല്ലെങ്കിൽ രജനിക്ക്, അല്ലെങ്കിൽ വിശാലാക്ഷിക്ക്, അല്ലെങ്കിൽ പങ്കജാക്ഷിക്ക്, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്, അല്ലെങ്കിൽ മോഹനെ, ബാലനെ, രവീന്ദ്രനെ, ദാസനെ, ഇവർക്കൊക്കെ 2 കാലേ ഉള്ളൂ. ഈവൻ മുഹമ്മദ് ഫാരിസിനും 2 കാൽമുട്ടേ ഉള്ളൂ. സാധാരണ മനുഷ്യന്മാർക്കൊക്കെ 2 കാൽമുട്ടേ ഉള്ളൂ. ഇൻകറിണ ചങ്ങന്മാർക്ക് 2 കാൽമുട്ടേ ഉള്ളൂ. മുട്ട് 2 മുട്ടെന്നല്ല, കാൽമുട്ട് 2 ഉള്ളൂ. മുട്ട് കുറെ ഉണ്ട്, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റൂല. കാൽമുട്ട് 2 ഉള്ളൂ. അപ്പൊ വൺ അനദർ എന്ന് പറയാൻ പാടില്ല. ഓപ്ഷൻ സി ആണ് തെറ്റ്. പകരം ഈച്ച് അതർ എന്നാണ് വരേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈച്ച് അതർ ആണ് വരേണ്ടത്. ഈച്ച് അതർ. യെസ് ഓർ നോ? ഇനി അടുത്ത നോക്ക്, ലാസ്റ്റ് ചോദ്യം നോക്ക്. ഇതോടുകൂടി ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കണം. അവസാനത്തെ ചോദ്യം, സ്പോട്ട് ദ എറർ. എറർ സ്പോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ ചോദ്യം എറർ സ്പോട്ട് ചെയ്യാൻ. നോക്കൂ, ആഫ്റ്റർ ദ ഫെയർവെൽ, അത് ഓപ്ഷൻ എ. ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10, 10ാം ക്ലാസ്സിലെ കുട്ടികൾ ബെയ്ഡ് ആശംസിച്ചു. ഈച്ച് അതർ, നോ എറർ ആണ് ഓപ്ഷൻ ഡി. ഇതിൽ എവിടെ തെറ്റ്? 10ാം ക്ലാസ്സിലെ കുട്ടികൾ. 10ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3 ആണെന്ന് ഉറപ്പാണ്. 2 ആൾക്കും വേണ്ടി എന്തായാലും SSLC പരീക്ഷ നടത്തൂല ഒരു സ്കൂളില്. അപ്പൊ 10ാം ക്ലാസ്സില് മോർ ദാൻ 3 ആണ്, 2 കുട്ടികളല്ല എന്ന് ഉറപ്പാണ്. 2 കുട്ടികളിൽ കൂടുതൽ, മോർ ദാൻ 3ൽ കൂടുതൽ കുട്ടികൾ ഈ ക്ലാസ്സിലുണ്ട്. അപ്പോ ബെയ്ഡ് ഈച്ച് അതർ എന്നുള്ള ഭാഗമാണ് തെറ്റ്. പകരം വരേണ്ടത് വൺ അനദർ എന്നാണ് വരേണ്ടത്. കാരണം 3ൽ കൂടുതലുണ്ട്, ഇല്ലേ? 3ൽ കൂടുതലുണ്ട്. അപ്പൊ ഇവിടുത്തെ തെറ്റ് ഓപ്ഷൻ സി ആണ്. ആ ഓപ്ഷൻ സിയുടെ ഈച്ച് അതറിന് പകരം വൺ അനദർ എന്നാണ് വരേണ്ടത്.
ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇതാ ഇന്ന ഭാഗത്ത് തെറ്റുണ്ട്, ഇതാ ഈ സെന്റൻസിൽ തെറ്റില്ല, അതുകൊണ്ട് ഞാൻ നോ എറർക്ക് പോകണം, ഇതാ ഇവിടെ എയില് തെറ്റുണ്ട്, ഇതാ ഇവിടെ ബിയില് തെറ്റുണ്ട്, ഇതാ ഇവിടെ സിയില് തെറ്റുണ്ട് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് 2 ടിപ്പ് ഞങ്ങൾക്ക് തന്നു. ജീവിതത്തിൽ ഇനി മറക്കരുത്. പല പരീക്ഷകൾക്കും ആവർത്തിച്ച് കേരള PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഏത് ടോപ്പിക്കാന്ന് തിരിച്ചറിയാതെ പരീക്ഷ ഹാളിൽ പോയിട്ടുണ്ട്. പിന്നെയാണ് അന്തം വിട്ടിങ്ങനെ ഇരിക്കുന്നത്. പഠിച്ചോനെ, ഇത് പ്രോനൗണിന്റെ ടോപ്പിക്കേനി, ഇത് പ്രോനൗണേനി, ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ പരീക്ഷയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തെ ശക്തമായി ഞാൻ അപലപിക്കുന്നു. ഈ ക്ലാസ് കേട്ട ആളുകൾ ഇനി ഈ 2 കോൺസെപ്റ്റിൽ നിന്ന് ഒരു കാരണവശാലും 1-2 മാർക്ക് കളയാൻ പാടില്ല എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഉപദേശ ബുദ്ധിയാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയുള്ള 2 പോയിന്റ്, ഈ 2 ടിപ്സ് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് രസകരമായ മറ്റുള്ള ഭാഗവുമായിട്ട്, എന്നാൽ PSC ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റുള്ള ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ take a small break. Thank you.